ഇവിടെ അടുത്ത് ഒരു തമിഴ്നാട്ടുകാരുടെ ഹോട്ടലുണ്ട്, മദ്രാസി ഹോട്ടൽ. അത് ഫാമിലി സ്റ്റോറിൻ്റെ അപ്പുറത്തോട്ടായിട്ട് വരും. അവിടെ നല്ല ഇഡ്ഡലി കിട്ടുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം അവിടെ ഇഡ്ഡലി കഴിക്കാൻ പോയി. രാത്രി ലേറ്റ് ആയതുകൊണ്ട് അന്ന് ഇഡ്ഡലി കിട്ടിയില്ല. അന്ന് അവിടുന്ന് മസാല ദോശ കഴിച്ചു. ഒരു മസാല ദോശക്ക് 6 റിയാലാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഒരു ദിവസം ഇഡ്ഡലി പാർസൽ വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് ഇഡ്ഡലി കാണുമ്പം തമിഴ്നാട്ടിലെ ആ ഇഡ്ഡലി തന്നെ, പക്ഷേ ഇഡ്ഡലി എനിക്കിഷ്ടം ഞാൻ ഉണ്ടാക്കുന്ന ഇഡ്ഡലി തന്നെയാണ് കേട്ടോ. അതാണ് നല്ല ഷേപ്പ്. ഇത് അവരുടെ നല്ല സോഫ്റ്റാണ്, കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ 4 തരം ചട്നിയും പിന്നെ സാമ്പാറുണ്ടായിരുന്നു. ഒന്ന് തേങ്ങാ ചട്നി, പിന്നെ കാര ചട്നി, പിന്നെ പുതിന. ഇത് ഉള്ളിയും തക്കാളിയും അങ്ങനെ വെളിച്ചെണ്ണ അങ്ങനെ വറവലിട്ട് അത് വേറൊരു ചട്നി. അങ്ങനെ ഈ 4 ചട്നിയും പിന്നെ സാമ്പാറും അതോടൊപ്പം 2 വടയും ഉണ്ടായിരുന്നു. ഇതിന് വരുന്നത് 6 റിയാലാണ്. ഇനി നമുക്ക് കഴിച്ചു നോക്കാം. ആദ്യം തന്നെ തേങ്ങാ ചട്നിയും ഇഡ്ഡലിയും. കുഴപ്പമില്ല, നമ്മൾ ഉണ്ടാക്കുന്ന തേങ്ങാ ചട്നി അതേമാതിരി തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല, നല്ല തന്നെ. പിന്നെ കാര ചട്നി, ഇത് ഞാൻ ഏകദേശം ഇങ്ങനെ പൊട്ടുകടല അങ്ങനെയുള്ളത് ഇട്ടിട്ട് അതേപോലെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉള്ളത് പുതിന ചട്നി, നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ. ഞാനിങ്ങനെ ഇഡ്ഡലിക്ക് പുതിന ചട്നി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും കളിയാക്കുമായിരുന്നു. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രസമാണ്. പിന്നെ ഈ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമായത് ഈ ചട്നിയാണ് കേട്ടോ. ഇത് നല്ല രസമുണ്ടായിരുന്നു. ഇത് ചോറിനും കൂട്ടി കഴിക്കാൻ രസമുണ്ടാവും തോന്നുന്നു. നല്ല രസമുണ്ട് കഴിക്കാൻ. ഈ ചട്നിയുള്ള കൂട്ടിന് സാമ്പാർ അത്ര ഇഷ്ടമായില്ല, ഒരു രസമുണ്ടായിരുന്നില്ല. ഈ ചട്നി കൂട്ടി കഴിക്കാൻ തന്നെയാണ് ഇഡ്ഡലി ഏറ്റവും കൂടുതൽ രസം തോന്നിയത്. ഈ കൂട്ടത്തിൽ ഇഷ്ടമായത് ഈ ചുവന്ന ഈ ഉള്ളി ചട്നിയും പിന്നെ കാര ചട്നിയും. അത് രണ്ടാണ് കൂടുതൽ ഇഷ്ടമായത്. വട അന്ന് കഴിക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു, ഇന്നത്തെ അത്ര രസമായിട്ടില്ല. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. കഴിക്കണം എന്ന് കുറേ ആയി, ഇഡ്ഡലി കഴിക്കണം എന്ന് ആഗ്രഹം. അതാണ്